കൊണ്ടുവന്നിരുത്തും. ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് ചേട്ടൻ വരുന്ന സമയത്ത് ഈ ദാസേട്ടന്റെ മകൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഓ ദാസേട്ടന്റെ മകൻ വരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴെങ്കിലും ചേട്ടന്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടാക്കിയിട്ടുണ്ടോ ശരിക്കും? പേടിയൊന്നുമില്ല, പക്ഷെ ഇതെന്തൊരു കഷ്ടമാണെന്ന് അങ്ങനത്തെ ഒരു ചിന്തയാണ്. അതായത് ലൈക്ക് ആദ്യത്തെ കാലങ്ങളിൽ ഇപ്പൊ ബാക്കി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അത് പൊതുവേ മലയാളത്തിൽ ഒരു കമ്പാരിസൺ ദാസേട്ടൻ, ചിത്ര ചേച്ചി, അല്ലെങ്കിൽ കുറച്ചുകൂടെയും സീനിയർ ആയിട്ടുള്ള മേ ബി ലൈക്ക്, പക്ഷേ അപ്പ എം ജി ലൈക്ക് ഇപ്പോൾ ഈ ജനറേഷനൊക്കെ മേ ബി എം ജി ശ്രീകുമാരേട്ടനൊക്കെ, പി ജയചന്ദ്രൻ ലൈക്ക് അപ്പ പി ജയചന്ദ്രൻ സാറ് അങ്ങനെയായിരുന്നു കമ്പാരിസണൊക്കെ. പക്ഷെ ഈവൻ പി ജയചന്ദ്രൻ സാർ എൻ്റെ അടുത്ത് പറയും, ഞാനും പോലും അപ്പയുടെ പാട്ടിൽ കേട്ടൊക്കെ എത്രയോ പഠിച്ചിട്ടുണ്ട്, അപ്പം നീയും ശരിക്കും പറഞ്ഞാൽ അപ്പയുടെ എത്ര പാട്ടിലെടുത്ത് കേട്ട് പഠിച്ചാൽ തന്നെ അത് തന്നെ ഒരു ക്ലാസ് ആണെന്ന് അങ്ങനെ പറയും. അല്ല, ഇപ്പോൾ ആളുകൾക്കാണെങ്കിലും ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സിനാണെങ്കിലും ആ ഒരു വിശ്വാസം പയ്യെ വന്നിരിക്കുന്ന ചേട്ടന്റെ കരിയറിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തുടക്കം തന്നെ അവരും ആ ദാസേട്ടന്റെ മകൻ എന്നുള്ള എക്സ്പെക്ട് ചേട്ടന്റെ ആ ഒരു ക്വാളിറ്റി പുറത്തേക്ക് കൊണ്ടുവരണം. എനിക്ക് ഇനീഷ്യൽ ഒരു മേ ബി ഇൻട്രോ ഇപ്പൊ മിലേനിയം സ്റ്റാർസ് ആയിരുന്നായിരിക്കും, അപ്പൊ ആ ഇനീഷ്യൽ ഇൻട്രോ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും വന്നത്. ലൈക്ക് കിരീടമുണ്ണി സാറും ജയരാജ് സാറും ഫുൾ അങ്ങനത്തെ ഒരു വലിയൊരു ഒരു നല്ലൊരു കൊളോണിയൽ കസിൻസിന്റെ ഒരു ഇൻസ്പിറേഷണൽ ടൈപ്പ് ഒരു ഫിലിം മ്യൂസിക്കൽ ആൽബം. പക്ഷെ അപ്പോൾ സോങ്സിൽ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഫിലിം സക്സസ് ആയില്ല. പക്ഷെ whatever, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും നല്ലൊരു പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് ആയ ഒരു ഇതായിരുന്നു. സോ നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ആയില്ല. ലൈക്ക് അങ്ങനെ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പാട്ടിലും അപ്പയും ഹരിഹരൻ സാറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മോർ ഓഫ് ഒരു അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻട്രോ ഭയങ്കരമായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ തന്നെ ഈ സാറിന് നമ്മുടെ സ്വന്തം രീതിയിൽ തെളിയിച്ചില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. സോ ഇവൻച്വലി അത് നടന്നത് 2007 കോലക്കുഴയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. എന്തൊക്കെയാ നിങ്ങളുടെ ഒരു മ്യൂസിക് കോൺവെർസേഷൻ അപ്പയും ചേട്ടനും തമ്മിലുള്ള? കോൺവെർസേഷൻസ് ഒന്നും നടക്കാറില്ല. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരും, ഞാനിങ്ങനെ കേൾക്കും, പഠിക്കും, അങ്ങനെ അത്രയൊക്കെ ഉള്ളു. കോൺവെർസേഷൻസ് പറഞ്ഞാൽ അങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന പാട്ട് ഇന്ന രാഗത്തിലാണ്, അങ്ങനെ അപ്പയ്ക്ക് എല്ലാം അങ്ങനത്തെ ലൈനിലാണ് തിങ്കിങ്. എൻ്റെ കുറച്ചുകൂടെ ഞാനിങ്ങനെ പാട്ടുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് കേൾക്കുന്നതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംഗേഴ്സ്, ഇൻ്റർനാഷണൽ ആയാലും ഇന്ത്യൻ ആയാലും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ വാട്സാപ്പൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ലൈക്ക് വീഡിയോസൊക്കെ അയച്ചു തരും ചിലപ്പോൾ. ലൈക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഇത് ഇന്ന ആളിങ്ങനെ പാടിയിരിക്കുന്ന കേട്ട് നോക്കൂ, ഇങ്ങനെയൊക്കെ. അല്ലാണ്ട് കോൺവെർസേഷൻ ആയിട്ടൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ ദാസേട്ടൻ്റെ പഴയ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ദാസേട്ടൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട് പക്ഷെ നല്ല പാട്ടുകളില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ദാസേട്ടൻ പറയുന്നുണ്ടായിരുന്നു. കംപ്ലൈന്റ് ആണോ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ജസ്റ്റ് ഒരു കണക്കിന് ഒരു ഫേസ് ഉണ്ട് മേ ബി മലയാളം സിനിമയിൽ. ലൈക്ക് ഒരു എൻഡ് ഓഫ് 90s മേ ബി ബിഗിനിങ് 2000s ഉണ്ടായിരുന്ന ഒരു ഫേസ് ഓഫ് ഞാൻ തുടങ്ങിയ സമയത്ത്. പക്ഷെ ലൈക്ക് അവരുടെ 90s ഉണ്ടായിരുന്ന നല്ല ചില പാട്ടിലൊക്കെ കുറച്ചൊന്ന് ഡ്രോപ്പായി. പിന്നെ ഐ തിങ്ക് പിന്നെയും പക്ഷെ എൻഡ് ഓഫ് 97 വിദ്യാജിയും. അപ്പോൾ അങ്ങനെ 2000 ഒരു ഫസ്റ്റ് 2003-04 വരെയൊക്കെ നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ അത് 2005 to 10 ഗ്യാപ്പിലാണ് കുറച്ചൊന്ന് അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷെ എനിക്ക് ഐ തിങ്ക് 2007 കഴിഞ്ഞാണ് എൻ്റെ കുറേ നല്ല പാട്ടിലൊക്കെ എനിക്ക് ഐ തിങ്ക് 2010 കഴിഞ്ഞിട്ടാണ് എൻ്റെ കുറച്ച് ലൈക്ക് നല്ല നല്ല പാട്ടുകൾ വരാൻ തുടങ്ങിയത്. കോലക്കുഴലും പിന്നെ കൂവരും കിളി പൈതലേ എന്നുള്ള MJCയുടെ 2-3 പാട്ടിൽ നല്ല പാട്ടിൽ എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതല്ലാണ്ട് മേ ബി അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഐ തിങ്ക് നമ്മൾ ഈ പാടുന്നു, നമുക്ക് ഒരു ചാൻസ് കിട്ടാൻ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഒരു ജീവിതം കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു, ഈ ഒരു ചിന്തയല്ലേ ഉള്ളൂ കൂടുതലും. അല്ലാണ്ട് നമ്മൾ കുറച്ചുകൂടെ മേ ബി കാലം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കാം, ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആക്ച്വലി അത്രയും നല്ല, അല്ലെങ്കിൽ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാട്ടില്ല, അല്ലെങ്കിൽ പാട്ടുണ്ട്, അല്ലെങ്കിൽ ഗായകരില്ല, പാട്ടുകളുണ്ട് പക്ഷെ ഗായകരില്ല എന്ന് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് പറയാം. അങ്ങനെയുണ്ട്, അങ്ങനെയും പറയാറുണ്ട്. അതെ, അങ്ങനെയും പറയുന്നവരുണ്ട്. ലൈക്ക് എന്താണ്, എത്ര നല്ല നല്ല പാട്ടുകളുണ്ട് പക്ഷെ നല്ല ഗായകരില്ല, ആരാ പാടുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ അത് ആക്ച്വലി സിംഗേഴ്സ് നല്ലതല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് നല്ലതല്ലാത്തതുകൊണ്ടോ കൊണ്ടോ അല്ല, ആൾക്കാർക്കും സമയമില്ല. ഇപ്പോൾ ഈ ആൾക്കാർക്ക് ഇതിലെടുത്ത് ആരാ പാടുന്നതെന്നൊന്നും നോക്കാനൊന്നും സമയമില്ല. ഇങ്ങനെ കേട്ടുകൊണ്ട് പോകുന്നു റേഡിയോയിലോ അല്ലെങ്കിലോ ഇങ്ങനെ ഫോണിൽ ഇപ്പോൾ കേൾക്കുന്നു, ഇങ്ങനെ കേൾക്കുന്നു പാട്ട്. ഈ പാട്ട് നിങ്ങളാണോ പാടിയത്, ആ ഇന്റർവ്യൂ നിങ്ങളാണോ ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും. ഇങ്ങനെ എല്ലാം ഫാസ്റ്റാണ്. എല്ലാവരും എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സർവേ അല്ല, ജനറലി
ഒരു മിനിറ്റിൽ സാധാരണ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ എന്താണ് 300 ഡിഫറെൻറ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ 300 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസാണ്, ഡിഫറെൻറ്റ് ജോൺറാസിലുള്ള വീഡിയോസാണ് ഒരു മിനിറ്റിലോ ലോകത്ത് ലൈക്ക് എല്ലാവരും ഒരു മിനിറ്റിൽ എന്തോ കാണുന്നത്. 300 എന്ന് വെച്ചാൽ ലൈക്ക് എല്ലാവരും കൂടെ അത് അങ്ങനെ എന്താണ് കാൽക്കുലേഷൻ, മേ ബി ഒരു മണിക്കൂറിലായിരിക്കും ചിലപ്പോൾ, ആയിരുന്നു. ബട്ട് 300 ഡിഫറെൻറ്റ് വീഡിയോസ്. അപ്പം നമ്മൾ ഒരു മണിക്കൂറിൽ നമ്മൾ 300 ഡിഫറെൻറ്റ് ഇമോഷൻസിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും, ശരിയാണ് നമ്മൾ ഇങ്ങനെ ആയിരുന്നു ചില സമയത്തൊക്കെ. അപ്പം ഞാൻ ലൈക്ക് മാറ്റി ലൈക്കിനോ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് സ്വൈപ്പ് അപ്പ് ചെയ്ത് വേറെ അതിനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതെ. പക്ഷെ നമ്മൾ മിക്കവാറും ചെയ്യില്ല. എനിക്കും ഈ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പണിയില്ലേ, എത്ര പോസ്റ്റ് 10 മിനിറ്റിൽ. ചില എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് എടുത്താൽ ഇതിപ്പോൾ പറയുമ്പോൾ അവർക്കറിയാം അവരെ പറ്റിയാ പറയുന്നത്. ഓക്കെ, ഈ ദാസേട്ടൻ അച്ഛൻ കുറച്ച് ദേഷ്യക്കാരനാണോ ചേട്ടാ? ഞാനോ അതോ ദാസേട്ടനോ? ദാസേട്ടൻ ദേശക്കാരാ നമ്മൾ ആരാ അല്ലാത്തത്? ഐ തിങ്ക് മേ ബി പാർവതി വളരെ ഒരു എന്താണ് എല്ലാവർക്കും ദേഷ്യം വരും, അപ്പൊ അത്രേ ഉള്ളൂ. ഐ തിങ്ക് ചില ആൾക്കാർ ലൈക്ക് അത്രയ്ക്ക് ഒരു ലെവലിൽ ഇങ്ങനെ ഒരു മൈൻഡ് ഒരു പെർട്ടിക്കുലർ ആർട്ടിൽ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് അത്രയും ഇതൊക്കെ ചെയ്യുന്നവർക്ക് വിൽ ബി ലൈക്ക് കുറച്ചുകൂടെയും എന്തെങ്കിലും അത് ആവശ്യമില്ലാണ്ട് ആരെങ്കിലും വന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനോ ആരെങ്കിലും വന്ന് ചിലപ്പോൾ ഒന്ന് തോണ്ടാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് വന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നാപ്പ് ആവും. നമ്മളെല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. ലൈക്ക് എനിക്കും അത് അവിടെ തന്നെ ആ ഒരു ദേഷ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളും ട്രൈ ചെയ്യും മാക്സിമം ഒന്ന്. അത് മോർ ദൻ കൺട്രോൾ. നമ്മൾ ജസ്റ്റ് വി ഷുഡ് എന്നുവെച്ചാൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും. അതിനെക്കാട്ടും നല്ലത് വി ഷുഡ് ലൈക്ക് ഡീൽ വിത്ത് ഇറ്റ്. നമ്മൾ എങ്ങനെ എന്തുകൊണ്ടാണ് നമുക്കത് ആ ഒരു ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മേ ബി നമ്മുടെ കുറേ തോട്ട്സ് ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഫാമിലിയും അല്ലെങ്കിൽ ഫ്രണ്ട്സും അല്ലെങ്കിൽ ലൈഫ് കൊണ്ടുപോകാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സഡനായിട്ട് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ വെറുതെ ഒരു എന്താണ് തട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഈ എന്തിനാ ഇങ്ങനെ നമ്മളുടെ അടുത്ത് വന്ന് കയറുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ സ്നാപ്പ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം. ഐ തിങ്ക് ഗെറ്റിങ് ആംഗ്രി അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കൺട്രോൾ ഇല്ലാത്തത് അത്രയും നല്ല കാര്യമല്ല. അല്ലെങ്കിൽ ഒരു സമയത്തൊക്കെ അങ്ങനെ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് എടുത്തൊക്കെ മാത്രമേ ഉള്ളൂ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ എന്ന് തോന്നണം. ശ്രാവൺ ഗംഗെ എന്ന പാട്ടിലൂടെയായി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഗായകനാണ് വിജയ് യേശുദാസ്. പാട്ട് മാത്രമല്ല അഭിനയവും തനിക്ക് വഴങ്ങുമെന്നും വിജയ് തെളിയിച്ചിരുന്നു. നല്ല പാട്ടുകളും സ്റ്റേജ് ഷോകളും ഒക്കെയായി ഇങ്ങനെ പോവുകയാണ് വിജയ് യേശുദാസ്. ദാസേട്ടനും പ്രഭ ചേച്ചിയും സുഖമായിരിക്കുന്നു. എയർപോർട്ടിലൊക്കെ കാണുമ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. എല്ലാവരും ദാസേട്ടന് സുഖമല്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. ആരും തന്റെ അമ്മയെ പറ്റി ചോദിക്കാറില്ല എന്ന് വിജയ് യേശുദാസ് പറയുന്നു. അമ്മയ്ക്ക് സുഖമാണ് എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയാണ് പതിവ്. ഒരു ഷൂട്ടിന് വേണ്ടിയാണ് താൻ താടി വളർത്തുന്നത് എന്നും വിജയ് യേശുദാസ് പറയുന്നുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോകുന്തോറും താടിയും നീണ്ടു വരികയാണ്. ആ ഷൂട്ട് കഴിഞ്ഞാൽ മിക്കവാറും ലുക്ക് മാറും എന്നുമായിരുന്നു വിജയ് പറഞ്ഞത്. ഇത്രയും തിരക്കുള്ള ഒരു അച്ഛൻ മകൻ ബോണ്ടിങ് എങ്ങനെയാണ്? ഇവർ ഈ പാട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടോ? ജീവിതം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് പാട്ടിനെ കുറിച്ച് അപ്പയുമായി അങ്ങനെ അധികം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിജയ് യേശുദാസ് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ പാട്ടിൽ താൻ എന്തെങ്കിലും മാറ്റിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്ത്. അധികം നീ അവിടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ പുള്ളിക്കും സമയമില്ല, ഞാനും തിരക്കിലായി. എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കുന്ന ശീലം നിർത്തി. തന്നെ വിച്ചു എന്നാണ് വിളിക്കാറുള്ളത്. മകൾക്ക് അമ്മയ എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട പേരാണ്. അതിനുശേഷം കുറെ ആൾക്കാർ മക്കൾക്ക് അതേ പേരിട്ടിരുന്നു. തന്റെ ഫ്രണ്ട്സിന്റെ മകൾക്കും അതേ പേരാണെന്നും വിജയ് പറഞ്ഞിരുന്നു. അച്ഛനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഒരു മകൻ കൂടിയാണ് വിജയ്. അച്ഛനും അമ്മയും അധികം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല. തന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ തങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു എന്നും വിജയ് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ തങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഗായകനായിട്ട് സ്റ്റേജ് ഷോസും ഒക്കെ ആയി നടക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോകും. മക്കളും ഭാര്യയും എല്ലാം കൂടെ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛന്. സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അച്ഛൻ മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു എന്നും വിജയ് യേശുദാസ് പറയുന്നുണ്ട്. എപ്പോഴും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവണം. എൻ്റെ കുടുംബം, ഇതെന്റെ ജോലിയാണ് പാട്ട് പാടുക എന്ന്. അപ്പൊ എൻ്റെ കുടുംബം എൻ്റെ സപ്പോർട്ടായി എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നൊരു കാര്യമാണ് യേശുദാസ് എപ്പോഴും പറയുക എന്നാണ് വിജയ് യേശുദാസ് പറയുന്നത്.